ഹലോ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷിഫ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂട്ടായിട്ടുള്ള 3 ബുക്ക് മാർക്സ് ആണ്. അപ്പോൾ ഞാൻ സാധാരണ ബുക്ക് വായിക്കുന്ന ഒരാളല്ല, പക്ഷെ എൻ്റെ അടുത്ത് 2 ബുക്സ് ഉണ്ട്. രാത്രി 12-ന് ശേഷം അഖിൽ പി ധർമ്മജൻ എഴുതിയ ബുക്കാണ്. ഇതെനിക്കെൻ്റെ അമ്മായിൻ്റെ മോള് കൊടുന്ന് തന്നതാണ് വായിക്കാൻ. പിന്നെ എൻ്റെ അടുത്തുള്ളത് അനുരാഗ ലോലഗാത്രി. ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുള്ളൂ, ഇന്നലെ മിഞ്ഞാന്നിട്ട് വാങ്ങിയിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ഇത് ജൂലിയ തോമസ് എഴുതിയ ബുക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കിൽ ഒരു പേജ് എടുത്തിട്ടുണ്ട്. പിന്നെ പിൻട്രസ്റ്റ് പോയിക്കാണ് ഞാൻ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ തൽക്കണിയും പിടിച്ചിരിക്കുന്ന ഒരു ഭൂതത്തിനെയാണ് ഞാൻ വരക്കാൻ പോകുന്നത്. അത് നമ്മൾ എടുത്തുണ്ട് പേപ്പർ കോപ്പിയിലാണ് കേട്ടോ ഞാൻ വരക്കുന്നത്. അപ്പോൾ ഞാൻ ലോക്കാക്കിയിട്ടുണ്ട്. ലോക്കാക്കാൻ മേലത്തെ ആ ലോക്കിൻ്റെ ബട്ടൺ നിൽക്കിയാൽ മതി. അപ്പോൾ ആ ലോക്കാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല. പിന്നെ നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേമാതിരി ആയോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഡൗൺ ബട്ടൺ നിൽക്കിയാൽ ഇത് ഇങ്ങനെ അൺലോക്കാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതിന് ചിലതൊക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഇവിടെ എനിക്കൊരു പേവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഭൂതത്തിൻ്റെ മേലെ ഇങ്ങനത്തെ ഒരു ഞാൻ ഇപ്പോൾ വരക്കണൊരു സാധനം വരക്കണമായിരുന്നു, പക്ഷേ ഞാനത് വിട്ടുപോയി. ബട്ട് നമുക്ക് വരച്ചെടുക്കാം. അടിക്ക് നീളം 5 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്റർ ആക്കി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ മേലെ കട്ട് ചെയ്യില്ല, വരച്ചെടുക്കണം. അതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടമില്ല അത്ര സെൻറ്റിമീറ്ററിൽ ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കണം. ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കണ്ട് ചെയ്തോളും. പിന്നെ ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കണം. അതിനായിട്ട് നമ്മൾ ഫെവിക്കോളാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് പശുവാണെങ്കിലും എടുക്കുക. ഫെവിക്വിക്ക് എടുക്കാം, ഗം എടുക്കുക, അങ്ങനെ എല്ലാ പശയും എടുക്കുക. ഞാൻ ഇവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഡ്രൈ ആവണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഡ്രൈ ആയിട്ട് നമ്മൾ ഇതിനെ നടുവൊന്ന് മടക്കി കൊടുക്കണം. ഇത് ഞാൻ പിൻട്രസ്റ്റ് കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തേത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബുക്കിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കണം. ഈ സാധനം ബാക്കും അത് മുന്നിക്കാക്കി ഇങ്ങനെ വെക്കണം. ഏത് പേജാണ് ഇനി വായിക്കല്ലത് അത് മുന്നിക്കാക്കി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ ഒന്നാമത്തേത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭാഗം ഇങ്ങനെ തുറന്നാൽ നമുക്ക് ആ പേജ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ചെയ്യാം. ഇത് കിഡോണിക്സിന്ന് സാധനം വാങ്ങിയപ്പോൾ കിട്ടിയൊരു ഇതാണ്. അപ്പോൾ അതിലാണ് ഇനി നമ്മളെ പരീക്ഷണം. അതിനായിട്ട് നമ്മൾ വൈറ്റും ബ്ലൂവും റെഡും പർപ്പിളും എടുക്കുന്നുണ്ട്. ബ്ലൂ ആണോ വേണ്ട വിചാരിച്ച് ഞാൻ ബ്ലൂ എടുത്തിട്ടുണ്ട്. ഓക്കെ, ബ്ലൂ അല്ല സോറി, പർപ്പിൾ. പിന്നെ നമുക്ക് എൻ്റെ പെയിൻറ്റ് പാലറ്റ് ഞാൻ നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ ഞാൻ കിട്ടിയ പേപ്പറിൽ വൈറ്റ് പെയിൻ്റ് ആക്കിക്കണ്ട് ഇതിൻ്റെ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുണ്ട് വൈറ്റ് വെച്ചിട്ട്. പിന്നെ നമ്മൾ ഫുള്ള് കളർ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗം കൂടിയും കളർ എടുത്തിരുന്നു. പക്ഷേ അതൊരു വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ പേപ്പർ ആയിട്ട് തന്നെ ഇതാക്കാൻ. അതിൻ്റെ ഇടയിൽ ആ പേപ്പർ ആ വൈറ്റ് പെയിൻറ്റിൽ പോയി ഇതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിയപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നേ, അതൊക്കെ ഞാൻ ആ പേപ്പറിൽ തന്നെ ഇതാക്കി. പിന്നെ നമ്മൾ അത് ആ പേപ്പർ ഇതിമ ഒട്ടിച്ചാണ്ട് കോർണേഴ്സൊക്കെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വൈറ്റ് പെയിൻറ്റ് 3 ഇതാക്കി ആക്കിയിട്ടുണ്ട്. കാരണം നമ്മളെടുത്ത് 3 കളറാണല്ലോ. അപ്പോൾ ഒരു പേസ്റ്റിൽ കിട്ടാനാണ് ഞാൻ ആദ്യം തന്നെ വൈറ്റ് എടുത്തത്. ഞാൻ ഈ കളർ തൊട്ട് നോക്കൽ പോലും ഇല്ല, അതുകൊണ്ടാണ് ഈ ബ്ലൂ ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് ബ്ലൂ ആണ് എടുത്തത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, കയ്യുമ്മലൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിന് അത് കേകി വന്നാണ്ട് ബ്ലൂ കോട്ട് അടിച്ച് ഒരു പേസ്റ്റിൽ കിട്ടാനാണ് ഞാൻ വൈറ്റ് ആക്കി. സോറി, ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ തന്നെ വീണ്ടും പറയാം, അതുകൊണ്ട് ക്ഷമിക്കുക എന്ന്. ഓക്കെ,
പിന്നെ നമ്മൾ പർപ്പിളാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ ബ്ലൂന്ന് കുറച്ച് പർപ്പിൾക്ക് ആക്കിയിരുന്നു, ബട്ട് അത് പർപ്പിൾ തന്നെ ആയിട്ടുണ്ട്. പിന്നെ CD മാർക്കർ റേറ്റ് ഒന്ന് വരച്ച് നോക്കി, ബട്ട് അത് വറുത്തല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജെൽ പെന്നെടുത്താണ്ട് വരച്ചിട്ടുണ്ട്. കുറച്ച് വൈറ്റ് സ്പേസ് വിടണം കേട്ടോ, ആ ബ്ലൂ ചെയ്ത മാതിരി. ബട്ട് എൻ്റെത് അങ്ങനെയൊന്നും ആയില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തതും ശരിയായിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തിന് ഇത്ര സെൻറ്റിമീറ്റർ വേണം, അത്ര സെൻറ്റിമീറ്റർ വേണം എന്നൊന്നുമില്ല. നമുക്കിഷ്ടമില്ല എത്ര സെൻറ്റിമീറ്റർ എടുക്കാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാനപ്പോൾ സെൻറ്റിമീറ്റർ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഫ്ലവേഴ്സ് വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് എടുക്കുക. ഞാൻ ഫ്ലവറിൻ്റെ ഇതളാണ് എടുത്തിട്ടുള്ളത്, റോസിൻ്റെ ഇതൾ. പിന്നെ ഇത് നമ്മൾ വെട്ടിയെടുത്താണ്ട് നടുവിലൊക്കെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സെല്ലോ ടൈപ്പ് പൊട്ടിച്ചാണ്ട് ഈ ഇതളൊക്കെ ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഫ്ലവേഴ്സൊക്കെ വെക്കുമ്പോൾ ഈ നേരെ എടുത്താണ്ട് വെക്കാൻ പാടില്ല, അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് വെക്കണം. കാരണം ഇത് കുറേ ദിവസം കഴിഞ്ഞാൽ ചീഞ്ഞ് പോവും. എനിക്ക് അങ്ങനത്തെ ഒരു ഇത് പറ്റിയിട്ടുണ്ട്. പിന്നെ കോർണേഴ്സൊക്കെ ഒന്ന് കർവാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ബുക്ക് മാർക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്നത്, പിന്നെ അത് മൂന്നാമത്തത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.